ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തുള്ള ഫെയർ ഇൻ്റർനാഷണലിലാണ് വന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഒരു ഹെയർ റിലേറ്റഡ് ആയോ അതോ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനാണ്. ഞാനിന്ന് ഹെയർ കട്ടിങ്ങിനാണ് വന്നത്. അവിടെ എത്തി കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ ഉടനെ തന്നെ വിളിച്ചു. അങ്ങനെ ഹെയർ കട്ടിങ്ങിന് കയറി. അവർ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മുടിയൊക്കെ നന്നായി വാഷ് ചെയ്യും. ശരിക്ക് അവർ വാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ കരുതുന്നത് നമ്മൾ എന്തോരം കുളിയാണ് വീട്ടിൽ കുളിക്കുന്നത്. കാരണം നമ്മളാണെങ്കിൽ ഷാമ്പു വാഷ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് കഴുകി ഒരു വലിയ ബഹളമായിരിക്കും കേട്ടോ. പക്ഷേ അവർ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവർ മുടി കഴുകിയെന്നേ തോന്നൂല. ഷാമ്പു വാഷ് ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ശരിക്ക് നല്ലൊരു അവിടെ കാം ആൻഡ് ക്വൈറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്പേസാണ്. അവിടെയും ഓരോ മ്യൂസിക്കൊക്കെ ഇട്ട് നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൂഡിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു കാര്യത്തിനായാലും നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിക്കും പോയിട്ട് വരുമ്പോൾ നല്ല ഒരു റിലാക്സ് മൂഡിലാണ് വരുന്നത് കേട്ടോ. ഇതേ കണ്ടോ, ഷാമ്പു വാഷ് ചെയ്യുന്നതൊക്കെ നല്ല മൃദുലമായി, നമ്മൾ പറയില്ലേ പൂ പോലെ കഴുകി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മളാണെങ്കിൽ ഭയങ്കര മസിൽ പിടിച്ച് ഷാമ്പു വാഷ് ചെയ്ത് ഒരു കുളം ആക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി ചെയ്തു. പിന്നെ അവർ മുടിയൊക്കെ തോർത്തുന്ന രീതിയുണ്ട്. നമ്മളെങ്ങനെയാണ് തോർത്തുന്നത്? ടവലിട്ട് നന്നായിട്ട് അങ്ങ് മുടിയൊക്കെ ഒലച്ച് ആ ടവലിൽ തന്നെ നമ്മുടെ മുടിയിലെ പകുതി ഉണ്ടാകും. പക്ഷെ അങ്ങനെയൊന്നും അല്ല മുടി തോർത്തേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോയി ഹെയർ കട്ടിങ്ങോ സ്പായോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വീട്ടിൽ പോയി എങ്ങനെ മുടി നമുക്ക് വാഷ് ചെയ്യണം, കട്ട് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ അവിടെ പോയി ഞാൻ കുറേ നേരം ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ലെയർ കട്ട് ചെയ്യാനും അതുപോലെ മുടിയിൽ കളർ ചെയ്യുക, ഇങ്ങനെ 2 ആവശ്യങ്ങൾക്കായിട്ടാണ് പോയത്. പക്ഷേ അവിടെ പോയി എൻ്റെ പേര് വിളിച്ചു. ഞാൻ കൈപൊക്കി ചാടി എണീറ്റപ്പോൾ എന്താ ആവശ്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹെയർ കട്ട് ആൻഡ് കളറിങ് ആണ്. സോ അവർ കുറച്ച് നേരം നോക്കി. ബ്ലാക്ക് ഞാൻ ഹെന്ന ഇട്ടിട്ടുണ്ടായിരുന്നു മുടിയിൽ. പക്ഷേ അവിടുത്തെ ഹിന്ദിക്കാരൻ്റെ ചോദ്യം കേട്ടപ്പോൾ അയാൾ ചോദിച്ചത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അവിടെ ഫുള്ള് ഹിന്ദിയാണ് കേട്ടോ അവരുടെ ലാംഗ്വേജ്. മലയാളീസ് കുറവാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്ത ഭാഷയാണ്. എനിക്ക് ഹെന്ന എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. അവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. പിന്നെ ആ പുള്ളി എന്നെ അവിടെ വെയിറ്റ് ചെയ്യാതിരുത്തി. നെക്സ്റ്റ് വേറൊരാൾ വന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങനെ അയാൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ മുടിയിൽ ഞാൻ ഹെന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. സോ 1 മന്ത് കഴിഞ്ഞ് മാത്രമേ ഞാൻ കാണിച്ച ആ ഒരു കളർ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ കളറ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കളർ കിട്ടത്തില്ല. അപ്പോൾ അത് വേസ്റ്റാണ്. അതുകൊണ്ട് ആഫ്റ്റർ 1 മന്ത് കളറിങ് ചെയ്യാം, ഇപ്പോൾ ഹെയർ കട്ട് മാത്രം ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പുള്ളി ഹിന്ദി പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു. അവിടെ പിടിച്ചു നിന്നു. അങ്ങനെ അവർ മുടിയൊക്കെ ഡ്രൈ ആക്കി. ലെയർ കട്ടിങ്ങിൻ്റെ എത്ര ലെങ്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ മാക്സിമം ലെങ്ത് വേണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ എൻ്റെ മുടി വളരെ തിന്നായതുകൊണ്ട് ലെയർ കട്ടിന് അത്രയും കൊള്ളത്തില്ല, കുറച്ച് മുടി കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മുടി ഒത്തിരി ലെങ്ത് കുറച്ചിട്ട് വന്നാൽ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ വക നമ്മൾ ഭരണിപ്പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ടാകും. സോ ഞാനാണെങ്കിൽ പറഞ്ഞു മാക്സിമം ലെങ്ത് കുറയ്ക്കാതെ വോളിയം തോന്നുന്ന രീതിയിൽ, തിക്നെസ് തോന്നുന്ന രീതിയിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ കട്ടിങ്ങൊക്കെ ആയി. ഞാനും അവിടെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ ഫേസ് ഒന്നും കാണിക്കേണ്ട, അത് അവരെ ഇറിറ്റേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഫോണും പിടിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും പാറു എന്നെ വെയിറ്റ് ചെയ്ത് പുറത്തുണ്ടായിരുന്നു. ഞാനും പാറുവും കൂടിയാണ് പോയത്. അങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്തു. കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു മുടി കട്ടിങ്ങിന് തന്നെ ഏകദേശം 1 അവർ അടുപ്പിച്ചായി. നമ്മുടെ ഫെയറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഹെയർ കട്ടിങ് സെക്ഷനിൽ നിൽക്കുന്നത്, ഹെയർ കട്ടിങ് ആൻഡ് കളറിങ്ങിൽ നിൽക്കുന്നതെല്ലാം ജെൻസാണ് കേട്ടോ. ബാക്കി നമ്മൾ സ്പാ ചെയ്യുന്നിടത്ത് മസാജ്, പെഡിക്യൂർ, ഇവിടെ എല്ലാം നമ്മുടെ ലേഡീസാണ് ചെയ്യുന്നത്. ബട്ട് ഹെയർ കട്ടിങ് കളറിങ് എല്ലാം ആണുങ്ങളുടെ ഒരു സെക്ഷനാണ്. എനിക്ക് തോന്നുന്നു അവരായിരിക്കും അത്രയും എക്സ്പേർട്സ്. അതുകൊണ്ടായിരിക്കും ആ ഒരു വിങ് ആണുങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ആർക്കും ഒരു പരാതിയില്ല. എല്ലാവരും വന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് കളറിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു റൂമിൽ ഒത്തിരി പേര് ഉണ്ട്. ഓരോരോ ചെയറിലായിട്ട് ഒരു വലിയ റൂമാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഹെയർ കളറിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വരുന്ന ഓരോ ആൾക്കാരുടെ മുടി കാണുമ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും നമ്മുടെ മുടിയൊന്നും അല്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് മുടി കെയർ ചെയ്യുന്നവരുണ്ട്. സ്പാ ചെയ്തും കറക്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തും ഒക്കെ മുടിക്ക് അത്രയും
ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഹെയർ കട്ടിങ്ങൊക്കെ പൂർത്തിയായിട്ട് പിന്നെ എണീറ്റ് നിന്ന് ബാക്കി മുടിയൊക്കെ ഒന്ന് ലെവലാക്കി ഹെയർ കട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ഹെയർ കട്ടിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ വീണ്ടും അവർ ഹീറ്റ് ചെയ്യും. മുടി ഹീറ്റ് ചെയ്ത് അതിനെ സെറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നനവുള്ള മുടിയിലാണല്ലോ അവർ ഹെയർ കട്ടൊക്കെ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹെയർ കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഡ്രൈ ആക്കുന്ന പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇവർ മുടി സെറ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് നമ്മളെല്ലാം അങ്ങോട്ട് ആകർഷിക്കുന്നത്. കാരണം നമ്മൾ സെറ്റ് ചെയ്താലും മുടി നമ്മൾ ഏതൊരു കട്ടിങ് ചെയ്താലും കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇട്ടിട്ട് വരും അല്ലേ. പക്ഷേ അവരതിനെ ചീകി നല്ല ചുരുട്ടി നല്ല സെറ്റാക്കി നമ്മൾ അടിപൊളിയാക്കി വിടും. ശരിക്കും അത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷത്തോടെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് അറിയാമോ. പക്ഷേ എത്രത്തോളം സന്തോഷത്തോടെ ഇറങ്ങിയാലും നമ്മൾ വീട്ടിൽ വന്ന് നെക്സ്റ്റ് വാഷ് കഴിയുമ്പോൾ മുടിയുടെ ആ ചുരുളൊക്കെ അങ്ങ് മാറും കേട്ടോ. കാരണം അപ്പോൾ ആ ഹാപ്പിനെസ് നെക്സ്റ്റ് ഒരു കുളി വരെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്തു, ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഒരു 3 days തല കഴുകിയില്ല. കാരണം ഒരു 3 days മുടി ഇങ്ങനെ ഇട്ട് മാക്സിമം ഒന്ന് ചെത്തി നടക്കാമല്ലോ എന്നതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാനും 3 ദിവസം അങ്ങനെ മുടിയൊക്കെ ഇട്ട് ചെത്തി നടന്നു. പക്ഷേ 4ാമത്തെ ദിവസം കുളിച്ചപ്പോഴേക്കും എൻ്റെ മുടി തഥാസ്തുവായി. ഇനി ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ നമ്മളും ഇതുപോലെ മുടി ചീകി ഒന്ന് ചുരുട്ടിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തോന്നും. പിന്നെ ഇത് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് പുറത്ത് വന്നു. അപ്പോൾ പാറുവിനെ കാണിച്ചിട്ടുള്ളൊരു പട്ടി ഷോയാണ് നടക്കുന്നത്. കാരണം ഇന്ന് ഇത്രയും സുന്ദരിയായിരിക്കുന്നല്ലോ. അപ്പോൾ മാക്സിമം വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര ഗമയിലൊക്കെ ഇരുന്നു. പക്ഷേ തീർന്നു ഗെയ്സ്. 3 ദിവസം മാത്രമേ ഈ ഗമ ഉണ്ടായിരുന്നുള്ളൂ. 4ാമത്തെ ദിവസം എല്ലാം ഡുമായി. ഇപ്പോൾ നമ്മുടെ സാധാരണ ഹെയർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ലെയർ കട്ട് ചെയ്യണോ സ്റ്റെപ്പ് വെട്ടണോ എന്നൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു ലെയർ കട്ട് മതി. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി എടുത്തത്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ദേ പാറു കൂടെയുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട്. ബൈ ബൈ.